ചോറിലേക്ക് കറിയും വേണ്ട, സൈഡായിട്ട് ഒരു കൂട്ടാനും വേണ്ട. ഈ ഒരൊറ്റ ഐറ്റം മതി. കറിയായിട്ടും നമുക്ക് ഉപയോഗിക്കാം, കൂട്ടാനായിട്ടും ഉപയോഗിക്കാം. അതുപോലെ ഒരൈറ്റമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നല്ലൊരു ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചെടുത്തേക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് 16 അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വലുതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇനി നമുക്കിതിലേക്ക് ഒരു 8 കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ നമ്മൾ സാധാരണ വറ്റൽമുളക് ഒരു 5 എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ ഉള്ളി ഉണ്ടല്ലോ, നല്ലപോലെ കളറൊക്കെ മാറി വരണം കേട്ടോ. അതാണ് ശരിക്കും അതിൻ്റെ പാകം. അതുപോലെ തന്നെ വറ്റൽമുളകും നല്ല പോലെ ഒന്ന് ആയി വരണം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ചട്ടിയിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/3 കപ്പ് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ആദ്യം ക്ലീൻ ചെയ്ത് വെച്ചതാണ്. തലയും വാലയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. കാരണം നമ്മൾ കഴുകുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ ചില ചെമ്മീനിൽ നല്ലപോലെ ചെളി വരാനുള്ള ചാൻസ് ഉണ്ട്, നല്ലതിൽ വരാറില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ അതും അങ്ങ് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇതൊന്നും എല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. പക്ഷെ ഇത് അരച്ചെടുക്കുമ്പോൾ നല്ല പോലെ ഫൈനായിട്ടല്ല കേട്ടോ നമ്മൾ അരക്കുന്നത്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിയിൽ അരക്കുകയാണെങ്കിലും നിങ്ങളൊന്ന് തരിതരപ്പായിട്ട് അരച്ചെടുത്താൽ മതിയെന്ന് മാത്രം. അരക്കുന്ന സമയത്ത് ഇതുപോലെ നിർത്തി അരക്കണം കേട്ടോ. നല്ല പോലെ അരക്കല്ലേ. എന്നിട്ട് ആ പകുതി എത്തുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയൂടെ അങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നമ്മളിതുപോലെ തരിതരപ്പായിട്ട് അരച്ചെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഉണ്ടല്ലോ, അതുകൂടെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. എനിക്കിങ്ങനെയാണ് ഇഷ്ടം. ഇനി നല്ല പോലെ അരക്കണം എന്നുള്ളവരാണെങ്കിൽ നല്ല പോലെ അരച്ചെടുത്തോളൂ. പക്ഷേ എനിക്കിതുപോലെ കുറച്ചിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ആ ചെമ്മീൻ്റെ ആ കഷ്ണങ്ങളുണ്ടല്ലോ അത് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടും കേട്ടോ, ഇങ്ങനെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നിങ്ങൾക്കതല്ല നല്ല പോലെ അരയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ചുകൂടെ പച്ച വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ സംഭവം റെഡി. ഇനി വേറെ എന്തെങ്കിലും വേണോ നമ്മുടെ ചോറിന് കൂട്ടാനായിട്ട്? ഈ ഒരു ഒറ്റ ഐറ്റം പോരെ. അപ്പോഴേ ഇതുവരെ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയൊന്നുമില്ലല്ലോ, കാരണം പണ്ട് മുതൽക്കേ ഇഷ്ടമുള്ളൊരു ഐറ്റമാണല്ലോ ഇത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.